ക്ഷേത്രങ്ങളിൽ നിത്യപൂജയ്ക്കും ഉത്സവവേളയിലും ഉപയോഗിക്കാത്ത സ്വർണ്ണ ഉരുപ്പടികൾ ബാങ്കിൽ നിക്ഷേപിച്ച് വരുമാനമുണ്ടാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ബോർഡിന്റെ 500 കിലോ സ്വർണം നിക്ഷേപിച്ച് പ്രതിവർഷം 8 കോടിയോളം രൂപ അധികം വരുമാനമുണ്ടാക്കാനാണ് ബോർഡ് ലക്ഷ്യമിടുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ 1252 ക്ഷേത്രങ്ങളാണുള്ളത്. നിത്യപൂജയ്ക്കും പ്രധാന ഉത്സവങ്ങൾക്കും ഉപയോഗിക്കാതെ 62,500 പവനോളം സ്വർണമാണ് ഈ ക്ഷേത്രങ്ങളിലുള്ളത്. പ്രാഥമിക കണക്കെടുപ്പ് പ്രകാരം 540 കിലോ സ്വർണം. ഇതിൽ 500 കിലോ സ്വർണം റിസർവ് ബാങ്ക് സ്കീം അനുസരിച്ച് നിക്ഷേപമാക്കി മാറ്റാനാണ് തീരുമാനം. ഗുരുവായൂർ, കൊച്ചിൻ ദേവസ്വങ്ങളുടെ മാതൃക പിന്തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സ്വർണ്ണ നിക്ഷേപത്തിന് തയ്യാറെടുക്കുന്നത്. നിക്ഷേപം നടത്താൻ ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. ഭക്തർ കാണിക്കയായി അർപ്പിച്ച ആഭരണങ്ങൾ, വേൽ, വാൾ തുടങ്ങിയവ ഉരുക്കി 24 കാരറ്റ് സ്വർണ്ണക്കട്ടികളായി മാറ്റിയാണ് നിക്ഷേപിക്കുക. വെറുതെ ഇരിക്കുന്ന സ്വർണത്തിലൂടെ വരുമാനം എന്നതാണ് ബോർഡിന്റെ നേട്ടം. ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻകാരുടെ പിരിഞ്ഞുപോയ ജീവനക്കാരുടെ പെൻഷൻ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ആച്ചായി മാറുമെന്ന് വിചാരിക്കുന്നു. 1252 ക്ഷേത്രം ഉണ്ടെങ്കിലും 60 ക്ഷേത്രങ്ങളിലാണല്ലോ ഒരു അധിക വരുമാനമായുള്ളത്. അതിൽ തന്നെ 20 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അധിക വരുമാനം കൊണ്ടാണ് നമ്മൾ ഈ 6000 ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത്. മറ്റ് വരുമാനമില്ലാത്ത 1200ഓളം ക്ഷേത്രങ്ങളിൽ തെളിയിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കായി ഈ പണം പൊതുവായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വിപണി വിലയ്ക്ക് ആനുപാതികമായി 2.5% പലിശ ലഭിക്കും. നിക്ഷേപിക്കുന്ന സ്വർണം ആവശ്യമുള്ളപ്പോൾ തിരികെ എടുക്കാം. SBI വഴി നിക്ഷേപം നടത്തുന്നതിന് ദേവസ്വം ബോർഡ് ഫെബ്രുവരി 14 യോഗം ചേർന്ന് അന്തിമരൂപം നൽകും. ഇതുകൂടാതെ ഉപയോഗിക്കാതെ കിടക്കുന്ന പാത്രങ്ങൾ, വിളക്കുകൾ തുടങ്ങിയവ ലേലം ചെയ്ത് വിൽക്കുന്നതിനും തീരുമാനമായിട്ടുണ്ട്. കേരളം കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചാകും ലേലം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.